വിശാലമായ പറമ്പാണ് കിടക്കുന്നത്. കക്കൂസ് വേണമെങ്കിൽ 2 അകത്തുണ്ട്. നീ ഒന്നും പേടിക്കണ്ട, പോയിക്കോ. നിർത്തിക്ക്, മതി. മസാല വിശക്കാൻ തുടങ്ങി. നീ ആ ക്യാപ്പിങ് വെച്ചല്ലോ. എടാ സുന്ദര, നിമ്മിയുടെ ബർത്ത്ഡേ അടുത്ത ആഴ്ച. അതിന് 18 വയസ്സാവുക. ഈ മുട്ടിഞ്ഞ കൊറോണ കാരണം സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചേ മൊത്തത്തിന് 18 വയസ്സ് തികയാൻ കാത്തിക്കായിരുന്നില്ലേ സർപ്രൈസ് കൊടുക്കാൻ. നിനക്ക് പോക്സോ പേടിയുണ്ട് ചെറുതായിട്ട്. നല്ലതാണ്. ഒരു കപ്പിൽ വെള്ളം എടുത്തു. ഇനിയിപ്പൊ ഞാൻ സർപ്രൈസ് കൊടുത്തില്ലെങ്കിൽ അത് കൊടുക്കുന്നതിന്റെ കൂടെ അവള് പോയാലോ? പെണ്ണുങ്ങൾക്ക് ഇല്ലേ മോഹങ്ങൾ, പോരാത്തതിന് വീട്ടിലിരിക്കും. അതാ പേടി. സംഭവം ശരിയാടാ. കഴിഞ്ഞ ആഴ്ച എന്റെ വീടിന്റെ അടുത്തേ കല്യാണം കഴിഞ്ഞ ഒരു ചേച്ചി ഒളിച്ചോടി പോയടാ കാമുകന്റെ കൂടെ. ഫ്രസ്ട്രേറ്റഡ് യു നോ. യെസ് ഐ നോ. അങ്ങനെയൊന്നും പറയല്ലേടാ. ദിവ്യപ്രണയ എക്സിസ് മാൻ. ഓ, മാംസ നിബന്ധമല്ല രാഗം കേട്ടിട്ടില്ലേ? ഇല്ലടാ, ഞാൻ CBSE അല്ലേ. നീ ടെൻഷൻ അടിക്കല്ലേ, ഞങ്ങൾ വരാൻ കൂടെ. വെൽക്കം. കർത്താവേ, കരിയല്ലേ. ഇതിന്റെ മേളിലേ കരിയെല്ലാം ചോറൊക്കെ കൂട്ടിട്ടോ. ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം. എടാ കപ്പ് കണ്ണി കണ്ടതെല്ലാം വാരിട്ടോ. അങ്ങനത്താ ഇതുകൂടെ എത്തിയിട്ടുണ്ടല്ലോ. ജോമോനെ കത്തിച്ചോ. ഞാൻ കത്തിക്കണം. ഞാനൊന്നേ മുള്ളിയച്ചും വരാം. ഞാനും വരണം. വേണ്ട, മുള്ളാനാ, മൂന്നാറിലേക്കല്ല. ഓക്കെ, കത്തിക്ക് ചോമോനെ. പെട്ടെന്നാവട്ടാ, കത്തിക്ക് വരണോ? ഞാനും കത്തിക്കാം. കരിയെല്ലാം തണുത്തിരിക്കുക, അതാ കത്താത്ത. കത്തുമ്പോ ചൂടാവുമല്ലോ അല്ലേ? പണിയെടുക്കും. കുറച്ച് എണ്ണയുടെ ആവശ്യമുണ്ട്. ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. തീ കെടാതെ നോക്കണേ. നോക്കിക്കോളാ. അവനെന്ത് പറ്റി? എരിവുള്ള മുളക് വിട്ടു തട്ടി. ഓ, സോ സ്പൈസി. ആമസോണിൽ കയറി നോക്കാം, ഓഫർ എന്തെങ്കിലും ഉണ്ടാവും. എൻ്റെ ഉള്ളിലും എനിക്ക് ചുറ്റും നീ നിറഞ്ഞു നിൽക്കുന്നു. എങ്ങു തിരിഞ്ഞാലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല. കാരണം പ്രണയത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൽ നീയും ഞാനുമല്ലാതെ മറ്റൊന്നുമില്ലല്ലോ.